മൈ ഡിയർ ഫ്രണ്ട്, അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് നാട്ടിലെത്തിക്കാൻ കൂടെ നിന്ന കേരള ജനതയോടും അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ട്രസ്റ്റിനോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ 1 കോടി രൂപ നൽകിയത് കൊണ്ടോ റോട്ടിലിറങ്ങി ബോച്ചെ യാചകയാത്ര നടത്തിയത് കൊണ്ട് മാത്രം അബ്ദുൾ റഹീം രക്ഷപ്പെടില്ല എന്നെനിക്കറിയാമായിരുന്നു. പക്ഷേ മനുഷ്യസ്നേഹികളായ മലയാളികൾ കൈയഴച്ച് സഹായിച്ചതുകൊണ്ട് മാത്രമാണ് അബ്ദുൾ റഹീം വീണ്ടും ഒരു 2ാം ജന്മത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമായത്. ഇതൊരു വേൾഡ് റെക്കോർഡാണ്. ലോകത്തിൽ ആദ്യമായാണ് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ 34 കോടി ചോദിച്ചപ്പോൾ 40 കോടി രൂപയിലധികം തന്നത്. ഇതുപോലൊരു സംഭവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മലയാളികൾ പൂച്ചക്കുട്ടികളല്ല, പുലിക്കുട്ടികളാണ്. എല്ലാ പുലിക്കുട്ടികളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരു 100 രൂപ പോലും സംഭാവന നൽകാത്ത എന്റെ അമ്മ വരെ 1 ലക്ഷം രൂപ നൽകി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ യാചകയാത്ര നടത്തുമ്പോൾ അന്ന് പെരുന്നാൾ കാലമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവരും പോത്തിനറുത്തും ആടിനറുത്തും ആഘോഷിക്കുകയാണ്. നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മളൊരു കാര്യം മറക്കരുത്, സൗദി ജയിലില് നിരപരാധിയെ കഴുത്തറക്കാൻ വേണ്ടി കൊടുക്കരുത്. അതെ, മലയാളികള് അബ്ദുൾ റഹീമിനെ തല ഇറക്കാൻ കൊടുത്തില്ല. പകരം പെരുന്നാൾ ഇതാ വീണ്ടും വന്നിരിക്കുക. ഈ നന്മയുള്ള പെരുന്നാള് നമുക്ക് അബ്ദുൾ റഹീമിനൊപ്പം ആഘോഷിക്കാം. അബ്ദുൾ റഹീമിന് എന്റെ പെരുന്നാൾ സമ്മാനം നമ്മുടെ ജ്വല്ലറിയില് ഒരു നല്ല ജോലി കൊടുക്കുക എന്നതാണ് എന്റെ ആഗ്രഹം. മാത്രമല്ല, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കല്യാണവും കഴിപ്പിക്കുക. 20 വർഷം അകത്ത് കിടന്നതല്ലേ, ഇനി പുറത്ത് കിടക്കട്ടെ.